സബ്സ്ക്രൈബ് ചെയ്യൂ GKPSC ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൺ, ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും GKPSCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റൗലറ്റ് നിയമം 1919 റൗലറ്റ് നിയമം നിലവിൽ വരുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1919 പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം അല്ലെങ്കിൽ കരി നിയമം എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ ഇന്ത്യയിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്ന നിയമമാണ് അല്ലെങ്കിൽ പാസാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട് എന്നറിയപ്പെടുന്നത്. കരി നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ തീവ്ര ദേശീയവാദത്തെ വിലയിരുത്തുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് റൗലറ്റ് കമ്മിറ്റി. ഓർക്കുക, ഇന്ത്യയിലെ രാഷ്ട്രീയ തീവ്ര ദേശീയവാദത്തെ വിലയിരുത്തുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് റൗലറ്റ് കമ്മിറ്റി. 1917 നിലവിൽ വന്ന റൗലറ്റ് കമ്മിറ്റിയുടെ തലവനായിരുന്നു ജസ്റ്റിസ് സിഡ്നി റൗലറ്റ്. ഓർമ്മിക്കുക, 1919 റൗലറ്റ് ആക്ട് നിലവിൽ വരുന്നത്. അതിനു മുമ്പ് തന്നെ ഇന്ത്യയിലെ തീവ്രദേശീയവാദികൾ നടത്തുന്ന പരിപാടികളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ ഒരു കമ്മിറ്റിയെ നിയമിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് റൗലറ്റ് കമ്മിറ്റി. 1917 ഈ കമ്മിറ്റി നിലവിൽ വരുന്നത്. ഈ കമ്മിറ്റിയുടെ തലവനായിരുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ്. റൗലറ്റ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ റൗലറ്റ് ആക്ട് നിയമം നിലവിൽ വരുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്, റൗലറ്റ് ആക്ടിൻ്റെ അല്ലെങ്കിൽ റൗലറ്റ് നിയമത്തിൻ്റെ യഥാർത്ഥ പേര് അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട്. ഇതാണ് റൗലറ്റ് ആക്ട് എന്ന ചുരുക്കപ്പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. അപ്പോൾ 1917 റൗലറ്റ് കമ്മിറ്റി നിലവിൽ വരുന്നത്. ഈ റൗലറ്റ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1919 മാർച്ച് 10 റൗലറ്റ് ആക്ട് അഥവാ അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് അഥവാ റൗലറ്റ് നിയമം നിലവിൽ വരുന്നത്. ഡേറ്റ് ഓർമ്മിച്ച് വെക്കുക, 1919 മാർച്ച് 10. ഈ കമ്മിറ്റിയുടെ തലവനായിരുന്നത് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആണ്. ഇനി ഈ റൗലറ്റ് ആക്ട് പാസാക്കിയതിലൂടെ ബ്രിട്ടീഷ് സർക്കാരിന് എന്തൊക്കെ അധികാരങ്ങളാണ് ലഭിച്ചത് എന്ന് നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലത്തേക്ക് തടവിലിടാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. അപ്പോൾ പ്രത്യേകം ഓർക്കുക, റൗലറ്റ് ആക്ട് പാസാക്കിയതിലൂടെ ബ്രിട്ടീഷ് സർക്കാരിന് ലഭിച്ച അധികാരങ്ങളാണ് ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ തന്നെ അനിശ്ചിതകാലം തടവിലിടാം, കൂടാതെ പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടപ്പിലാക്കാം, അതുപോലെ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുന്നതും നിഷേധിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതിലൂടെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഭീകരമായിരുന്നു ഈ ഒരു നിയമം എന്നത്. അതായത് വാറണ്ട് ഇല്ലാതെ ആരെ വേണമെങ്കിലും ബ്രിട്ടീഷുകാർക്ക് അറസ്റ്റ് ചെയ്യാം.
കൂടാതെ വിചാരണ നടത്തുന്നതും രഹസ്യ കോടതികളിലാണ്. അതായത് ഓപ്പൺ കോർട്ടിൽ വെച്ചിട്ട് വിചാരണ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വാദിയുടെയും പ്രതിയുടെയും വാദങ്ങൾ പൊതുജനങ്ങൾക്ക് കേൾക്കുവാനും ശ്രദ്ധിക്കുവാനും സാധിക്കൂ. രഹസ്യ കോടതികളിൽ വെച്ചാകുമ്പം ആ ഒരു സൗകര്യം ലഭിക്കില്ല. അപ്പോൾ ഇവർക്ക് തോന്നിയ വിധത്തിൽ കേസിനെ മാറ്റിമറിക്കാം, അല്ലെങ്കിൽ കാരണങ്ങൾ ഉണ്ടാക്കാം. അതുമാത്രമല്ല, അങ്ങനെ ഇവർ രഹസ്യ കോടതികളിൽ വെച്ച് വിചാരണ നടത്തുകയും ഒരു ശിക്ഷ വിധിക്കുകയും ചെയ്താൽ ആ കോടതി വിധിക്കെതിരെ അപ്പീലിന് പോകുവാൻ പോലും സാധിക്കില്ല. അതായത് റൗലറ്റ് ആക്ട് പ്രകാരമാണ് ഒരാളെ തടവിലാക്കിയത് എങ്കിൽ അപ്പീലിന് പോലും പോകാൻ സാധിക്കാത്ത തരത്തിൽ അവരാക്കി. അപ്പോൾ ഇതിനെതിരെ ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ റൗലറ്റ് നിയമത്തിനെ കരി നിയമം അഥവാ ബ്ലാക്ക് ആക്ട് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഓർക്കുക, കരി നിയമം, റൗലറ്റ് ആക്ടിനെ കരി നിയമം അഥവാ ബ്ലാക്ക് ആക്ട് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാ ഗാന്ധിജിയാണ്. റൗലറ്റ് നിയമത്തിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരനെയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഓർമ്മിക്കുക, റൗലറ്റ് നിയമത്തിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ചേറ്റൂർ ശങ്കരൻ നായർ. റെക്കോർഡ് പ്രകാരമാണ് നമ്മളിതൊക്കെ പറയുന്നത്. അതുമല്ല, PSC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പല ഫാക്റ്റുകൾ പറയുമ്പോഴും ചില ആൾക്കാർ മതത്തിൻ്റെ കാര്യവും രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. ദയവേത് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഇത് പഠിക്കാൻ എന്താണോ കൊടുത്തിട്ടുള്ളത് മാത്രമാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവാണ് ചേറ്റൂർ ശങ്കരൻ നായർ. റൗലറ്റ് നിയമത്തിനെതിരെ ബ്രിട്ടീഷുകാർക്ക് ഭൂനികുതി നൽകാതെ പ്രതിഷേധിക്കാൻ ആഹ്വാനം മുഴക്കിയത് സ്വാമി ശ്രദ്ധാനന്ദാണ്. ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം സ്വാമി ശ്രദ്ധാനന്ദ് ആഹ്വാനം ചെയ്തത് ബ്രിട്ടീഷുകാർക്ക് ഇനി ഭൂനികുതി കൊടുക്കരുത്, ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കുന്നതിനെ പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ഭൂനികുതി കൊടുക്കുവാൻ പാടില്ല എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് സ്വാമി ശ്രദ്ധാനന്ദ്. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധിജി 1919 ആരംഭിച്ച സംഘടനയാണ് സത്യാഗ്രഹ സഭ. ഓർമ്മിക്കുക, റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധിജി 1919 ആരംഭിച്ച സംഘടനയാണ് സത്യാഗ്രഹ സഭ. ഗാന്ധിജി സത്യാഗ്രഹ സഭ ആരംഭിച്ച സ്ഥലം ബോംബെയിലാണ്. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധിജി സത്യാഗ്രഹ സഭ ആരംഭിച്ചത് ബോംബെയിലാണ്. റൗലറ്റ് നിയമത്തിനെതിരായി സത്യാഗ്രഹ പ്രതിജ്ഞ തയ്യാറാക്കിയതും ഗാന്ധിജി തന്നെയാണ്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടിട്ട് സത്യാഗ്രഹ സഭ എന്ന് വരികയാണെങ്കിൽ അതിൽ ഉത്തരം എന്താണ്? ഗാന്ധിജി തന്നെയാണ്. അതായത് സത്യാഗ്രഹ സ്ഥാപിച്ചതും അതുപോലെ തന്നെ സത്യാഗ്രഹ പ്രതിജ്ഞ എന്ന പേരിൽ ഈ നിയമത്തിനെതിരായിട്ട് തയ്യാറാക്കിയതും ഇതൊക്കെ ഗാന്ധിജി തന്നെയാണ്. സത്യാഗ്രഹ സഭ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഗാന്ധിജിയെ തന്നെ ഓർമ്മിക്കുക. റൗലറ്റ് വിരുദ്ധ സമരകാലത്ത് ഗാന്ധിജി രാജ്യമെമ്പാടും ഹർത്താൽ ആചരിക്കുവാൻ ആഹ്വാനം ചെയ്ത ദിനമാണ് 1919 ഏപ്രിൽ 6. ഓർമ്മിക്കുക, 1919 മാർച്ച് 10 റൗലറ്റ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. റൗലറ്റിനെതിരെ ഗാന്ധിജി ഹർത്താൽ നടത്തുവാൻ അല്ലെങ്കിൽ റൗലറ്റ് വിരുദ്ധ സമരകാലത്ത് ഗാന്ധിജി ഹർത്താൽ ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6 മാർച്ച് 10 നിയമം വരുന്നത്. ഗാന്ധിജി ഇതിനെതിരെ ഹർത്താൽ ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തത് ഏപ്രിൽ 6 റൗലറ്റ് വിരുദ്ധ സത്യാഗ്രഹം അക്രമാസക്തമായതിനെക്കുറിച്ച് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് ഹിമാലയം മണ്ടത്തരം എന്നാണ്. റൗലറ്റ് വിരുദ്ധ സത്യാഗ്രഹം അക്രമാസക്തമായതിനെക്കുറിച്ച് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് ഹിമാലയം മണ്ടത്തരം അല്ലെങ്കിൽ ഹിമാലയൻ മണ്ടത്തരം എന്നാണ്. ഇത് തന്നെയാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ടും ഗാന്ധിജി പറഞ്ഞത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചൗരി ചൗര സംഭവം ഉണ്ടാവുകയും പിന്നെ നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കുകയും ചെയ്തു. അപ്പോഴും ഗാന്ധിജി ഇതേപോലത്തെ ഒരു
കാര്യം തന്നെയാണ് പറഞ്ഞത്. ഹിമാലയ മണ്ടത്തരം അതുപോലത്തെ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. നിസ്സഹരണ പ്രസ്ഥാനവും അതുപോലെ തന്നെ ചൗരി ചൗര സംഭവത്തിനെയും കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാക്കാം. കൂട്ടുകാരെ, PSCക്ക് എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്നതാണ് PSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഉദാഹരണത്തിന് ചോദ്യം ഇങ്ങനെയായിരിക്കും വരാം: ഗാന്ധിജി ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? എന്നിട്ട് ഓപ്ഷൻസുകൾ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദ്യോത്തരം പഠിക്കുമ്പോൾ ഉത്തരത്തിൽ നിന്ന് ചോദ്യത്തിലേക്ക് വരുന്ന രീതിയിലും പഠിച്ചു വെക്കുക. അല്ലാണ്ട് ചോദ്യത്തിന് ശേഷം മാത്രം ഉത്തരം പഠിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ തലച്ചോറിന് ട്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇൻഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പ്രയാസമായിരിക്കും. അപ്പോൾ ഉത്തരത്തിൽ നിന്ന് ചോദ്യവും ചോദ്യത്തിൽ നിന്ന് ഉത്തരവും ലഭിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഫാക്റ്റുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുക, നിങ്ങളാണ് PSCക്ക് ചോദ്യം ഇടുന്ന ഉദ്യോഗസ്ഥൻ. അപ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ടഫായ രീതിയിൽ എങ്ങനെ ഈ ക്വസ്റ്റ്യൻസുകൾ ഇടാം, ഏതൊക്കെ ടൈപ്പിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു ചോദ്യകർത്താവായിട്ട് ആക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടി എളുപ്പമായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഓർമ്മിക്കുവാനും അതുപോലെ പഠിച്ചത് ചിന്തിച്ച് എടുക്കുവാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. റൗലറ്റ് നിയമത്തിനെതിരായ സമരം അക്രമാസക്തമായതിനെ തുടർന്ന് ഗാന്ധിജി സമരം പിൻവലിച്ചത് 1919 ഏപ്രിൽ 18-നാണ്. ഓർമ്മിക്കുക, 1919 ഏപ്രിൽ 18-ന് ഗാന്ധിജി എന്ത് ചെയ്തു? റൗലറ്റ് നിയമത്തിനെതിരായ സമരവും പ്രതിഷേധങ്ങളൊക്കെ പിൻവലിച്ചു. 1919 മാർച്ച് 10-നാണ് നിയമം നിലവിൽ വരുന്നത്. ഗാന്ധിജി ഹർത്താൽ ആചരിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചത് 1919 ഏപ്രിൽ 6-നാണ്. പ്രശ്നം കുറച്ച് ഗുരുതരമായി, സമരം അക്രമാസക്തമായി എന്ന് കണ്ടപ്പോൾ 1919 ഏപ്രിൽ 18-ന് ഗാന്ധിജി സമരം പിൻവലിക്കുകയും ചെയ്തു. റൗലറ്റ് നിയമം പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും രാജിവെച്ച നേതാക്കന്മാരാണ് മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, മസ്ഹർ ഉൽ ഹഖ് എന്നിവർ. ഓർമ്മിക്കുക, റൗലറ്റ് നിയമം പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും രാജിവെച്ച നേതാക്കന്മാരാണ് മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, മസ്ഹർ ഉൽ ഹഖ്. 1922 റൗലറ്റ് നിയമം ബ്രിട്ടീഷുകാർ പിൻവലിച്ചു. 1919 മാർച്ച് 10-ന് നിലവിൽ വന്ന റൗലറ്റ് നിയമം ബ്രിട്ടീഷുകാർ പിൻവലിക്കുന്നത് 1922-ലാണ്. റൗലറ്റ് കമ്മിറ്റി, അപ്പോൾ ഒന്നുകൂടി ഈ ഡേറ്റുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളെയും നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ ഈ വർഷങ്ങളൊന്നും കൂടി നമ്മൾക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. 1917 ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് എന്ന തലവൻ്റെ കീഴിലായിട്ട് റൗലറ്റ് കമ്മിറ്റി നിലവിൽ വന്നു. എന്തിനായിരുന്നു റൗലറ്റ് കമ്മിറ്റിയെ നിയോഗിച്ചത്? ഇന്ത്യയിലെ രാഷ്ട്രീയ തീവ്രദേശീയവാദത്തെ വിലയിരുത്തുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായിട്ടാണ് ബ്രിട്ടീഷ് സർക്കാർ റൗലറ്റ് കമ്മിറ്റിയെ 1917 നിയമിച്ചത്. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമായി 1919 മാർച്ച് 10-ന് റൗലറ്റ് ആക്ട് അഥവാ അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് റൗലറ്റ് നിയമം പാസാക്കി. 1922 ജനങ്ങളുടെ പ്രതിഷേധം കാരണം ബ്രിട്ടീഷുകാർ റൗലറ്റ് നിയമം പിൻവലിച്ചു. റൗലറ്റ് നിയമം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ചെംസ്ഫോർഡ് പ്രഭു. അതുപോലെ തന്നെ റൗലറ്റ് നിയമം പിൻവലിച്ച വൈസ്രോയിയാണ് റീഡിംഗ് പ്രഭു. ഈ രണ്ട് സമയത്തെയും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാരെയും നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളതാണ്, ഏതൊരു നിയമം നടപ്പിലാക്കുമ്പോഴും ആ സമയത്തുള്ള INC പ്രസിഡൻറ്റ്, വൈസ്രോയിമാർ, അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കന്മാർ ആരൊക്കെയായിരുന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൗലറ്റ് ആക്ടിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ PSCക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളെയും ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയുടെ നോട്ടുകൾ ആവശ്യമുള്ളവർക്ക് GK PSCയുടെ റാങ്ക് ഫയൽ
പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. സെർച്ച് ബാറിൽ, അതായത് ആപ്ലിക്കേഷൻ്റെ സെർച്ച് ബാറിൽ റൗലറ്റ് നിയമമെന്നോ റൗലറ്റ് ആക്ട് എന്നോ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ഓരോ പോയിൻറ്റുകളും ഞാൻ ഈ പറഞ്ഞ ആർട്ടിക്കിളിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അത്രയും പഠിക്കാൻ എളുപ്പമായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ 5 സ്റ്റാർ റേറ്റിംഗ് നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.